നമ്മൾ ഒരു സൈഡിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ആ വണ്ടികൾക്ക് സ്പീഡ് കൂടുക. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ ആൾക്കാരുടെ അവസ്ഥയാണ്. അതായത് ഇപ്പോഴും ചിന്തിക്കണം എന്താ വെച്ചാൽ ഞാൻ പോയിട്ട് മതി ഇജ്ജ് പോവാന്നാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ എൻ്റെ മുന്നിൽ കൂടെ പോകുന്ന വണ്ടികളൊക്കെ അങ്ങനെയാണ്, ഞാൻ പോയിട്ട് പോയാൽ മതി. അല്ല ഒരാൾ നിന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ സമയത്ത് ആരെങ്കിലും, ഞാനങ്ങനെ പോവുക, അത്രയും ഉള്ളൂ. അതിപ്പോൾ ജീവിതം അങ്ങനെ തന്നെ. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് ആരെങ്കിലും കണ്ടു എന്നുണ്ടെങ്കിൽ പിന്നെ അവർ ചെയ്യുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പീഡാണ് കൂട്ടും. ഇന്നിപ്പോൾ നല്ലൊരു ഞായറാഴ്ചയായിരുന്നു, പക്ഷേ ഇന്ന് ആളുകളൊന്നും ഇല്ല കേട്ടോ കാര്യമായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇന്നിപ്പോൾ ഒരു ന്യൂസ് കാണേണ്ടായി. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ന്യൂസ്. നമ്മുടെ ഏതോ ഒരു MLA PV അൻവർ അദ്ദേഹം എന്തൊക്കെ പ്രശ്നങ്ങൾ പറയാണ്ടായി. ഇപ്പോഴാണ് ശരിക്കും രാഷ്ട്രീയത്തിൻ്റെ തനി നിറം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നത്. രാഷ്ട്രീയക്കാരൊക്കെ എങ്ങനെ പെരുമാറിയ പിന്നെ സാധാരണ ജനങ്ങൾ എങ്ങനെയാവും സ്വന്തം സഹപ്രവർത്തകരോട് എങ്ങനെയോ അവർ പെരുമാറുണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ആദ്യം അവരെ പാർട്ടീനെ നന്നാക്കി പറയുക, പിന്നെ അവരെ പുറത്താക്കുമ്പോൾ പിന്നെ അവരെ കുറ്റം പറയുക. നിങ്ങളൊരിക്കലും അങ്ങനെ ചെയ്തു പോകരുത്. നിങ്ങളുടെ ഏതൊരു മേഖലയിലാണെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം പിന്നീട് അത് ഭയങ്കര പകയായിരിക്കും. കാരണം ഇപ്പോൾ എല്ലാവർക്കും പക വെച്ച് നടക്കുന്ന കാലമാണ്. ഇന്ന് പത്രത്തിൽ കണ്ടു 2-3 ആളെ ഓടിക്കൊണ്ടിരുന്ന ബസ് കണ്ടക്ടറെ കുത്തിക്കൊന്നു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ പക വെച്ച് നടക്കുകയാണ് ഓരോ മനുഷ്യന്മാരും. പിന്നെ റോഡിൻ്റെ കാര്യങ്ങൾ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. നിങ്ങൾ എന്താണോ വണ്ടി, ഏത് വണ്ടിയാണെങ്കിലും ആ വണ്ടിക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ കാറുകാർക്കൊക്കെ ഒന്നും ഇൻഡിക്കേറ്റർ ഇടാൻ അറിയില്ല തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ. എനിക്ക് വേറൊരു കാര്യം പറയാം, എനിക്ക് ഈ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് സൈഡിലേക്ക് മാറുന്ന ഡ്രൈവർമാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരെ പ്രത്യേകം നോട്ട് ചെയ്യാറുണ്ട്. അത് നല്ലൊരു മോട്ടിവേഷനും കൂടിയാണ്. കാരണം അങ്ങനെ ചെയ്യുന്ന ഡ്രൈവർമാർക്ക് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല റോഡിൽ. കാരണം പിന്നിൽ വരുന്ന ആളും മുന്നിൽ പോണ വാഹനമായാലും അവർ കാണുകയാണ്. അപ്പോൾ ഒന്നിപ്പോൾ കാര്യമായിട്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. കുറേ വാഹനങ്ങൾ കമ്മിയാണ് ശരിക്കും. ഈ ചങ്ങായിക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ മതി. എന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. ഒരാൾക്ക് പോവാനാണ്, അല്ലെ 2 ആൾക്ക് പോവാനാണ് അത്രയും നീളമുള്ള വണ്ടി. ഇതൊക്കെ എന്താണാവോ നമ്മളെ പഴയ കാലത്തിലേക്ക് എന്താണാവോ തിരിച്ചു വരിക? അതൊരിക്കലും ഉണ്ടാവില്ല. ആർക്കും മാറാൻ കഴിയില്ല. സൗകര്യം കൂടുന്തോറും സമാധാനം ഉണ്ടാവില്ല. സമാധാനം ഉണ്ടാവണമെങ്കിൽ നമുക്ക് സൗകര്യങ്ങൾ കമ്മിയാക്കണം. പണ്ടൊന്നും ഒരാൾക്ക് ഈ കുടവയറുണ്ടായിരുന്നില്ല, തടി കൂടിയിരുന്നില്ല. കാരണം അവരൊക്കെ നന്നായിട്ട് നടക്കുമായിരുന്നു. ഇപ്പോൾ ആരും നടക്കുന്നത് കാണാനില്ല. എല്ലാവരും ഇതേപോലെ ഗ്ലാസ് പൊന്തിച്ചിട്ട് വണ്ടികളിൽ കയറിയ പിന്നെ അവർക്ക് ഒന്നിനും ഒരു താല്പര്യമില്ല. നമുക്ക് നല്ലൊരു മുഖ്യമന്ത്രിയാണ് പെടുത്തിയത് എന്ന് പറയാട്ടോ. എല്ലാവരും കൂടിയിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെ ഏതൊക്കെയോ ഒരു പ്രശ്നത്തിൽ കൊണ്ടുപോയി ചാടിച്ചിട്ടിട്ട് പാവം അയാളെ മനസ്സെത്ര വേദനിക്കുന്നുണ്ടാവും. ഞാൻ വേറെ ആരുടെ കാര്യമല്ല പറഞ്ഞത്, നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നമ്മൾ നല്ല സമാധാനത്തിലായിരുന്നു, നല്ല സന്തോഷത്തിലായിരുന്നു. അവിടെ ഒരു പ്രശ്നങ്ങളും നമുക്ക് നമ്മുടേതായ രീതിയിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി കളിച്ച് ചിരിച്ച് ജീവിച്ചിരുന്ന ഒരു സമയം തന്നെയായിരുന്നു അത് ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നപ്പോൾ. ഞാൻ അദ്ദേഹത്തിനെ വലിപ്പം കൂട്ടി പറയല്ല, ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. മറ്റുള്ളവരുടെ അനുഭവം എങ്ങനെയല്ല. കാരണം അദ്ദേഹം മരിച്ച സമയത്ത് എത്ര ആളുകളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി വന്നത്. എവിടുന്നൊക്കെ വന്ന് 72 മണിക്കൂർ
സമയമെടുത്തു അവിടെ പുതുപ്പള്ളിയിലെത്താൻ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൻ്റെ കാരുണ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പക്ഷേ അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പോയതിന് ശേഷം നമ്മൾ സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതിന് കുറ്റക്കാർ നമ്മൾ തന്നെയാണ്, വേറെ ഒരാളെ നമ്മൾ പറയാൻ പാടില്ല. ഓരോ ജനങ്ങളും ഓരോ വ്യക്തികളും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ തന്നെ നമ്മൾ ജയിലിൽ അകപ്പെടുത്തിയിരിക്കുകയാണ് നമ്മൾ. അല്ലാതെ നമ്മൾ വേറെ ആരെയും കുറ്റം പറയാൻ പാടില്ല. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കാരണം അതൊക്കെ കഴിഞ്ഞു പോയതാണ്. കാരണം ഒരു വാക്ക് പറയുമ്പോഴത്തേനും 2 മിനിറ്റ് 3 മിനിറ്റൊക്കെയാണ് വരുന്നത്. പണ്ട് അങ്ങനെയല്ല. നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേനും ആ കാര്യം നമ്മുടെ കണ്ണിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് മനസ്സിലാക്കിയൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ മനസ്സിൽ ആക്കിയോരോ കാലമാണ് വരുന്നത്. ഒരാൾ സഹായിക്കാനുമില്ല,